എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കുറച്ച് ബുക്സിൻ്റെ സ്ക്രീൻഷോട്ട് സെമ്മിന് 1,50,000. ഹായ്, ഞാനിന്ന് ഒരു Q&A സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാനത് Q&A ആയിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടോ അങ്ങനെയൊന്നുമല്ല. ഫ്രീക്വൻ്റ്ലി എന്നോട് ആസ്ക് ചെയ്യണ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കമൻറ്റ് സെക്ഷനിലും അല്ലാണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം. സോ ഞാൻ വിചാരിച്ച് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ചില സ്ക്രീൻഷോട്ട്സൊക്കെ എടുത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാറുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ആരുടെയും പേരൊന്നും പറയാനില്ല. ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ ബുക്ക് ഫോർ NIFT എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ പ്രത്യേകിച്ചൊരു ബുക്ക് എടുത്ത് പഠിക്കേണ്ട സംഭവമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മതിയെന്ന്. പക്ഷേ നമുക്കൊരു ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഇവിടെ കുറച്ച് ബുക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണോ അതുപോലെ തന്നെ അതെല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ടൊരു ബുക്ക് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ടാവും. നമുക്ക് ഈസിലി നമുക്കത് വായിച്ചെടുത്ത് പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാലും അതിൻ്റെ ബുക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുറേ പേര് ചോദിക്കാറുണ്ട് NIFT പഠിക്കാൻ വേണ്ടിയിട്ട് NIFTക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ പറഞ്ഞു തരുന്നു. ചേച്ചി NIFT കോച്ചിങ് സെൻറ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ? എനിക്ക് കോച്ചിങ് സെൻറ്റേഴ്സിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോവും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ആക്ച്വലി ഇതൊരു 1-2 മന്ത് മുൻപ് വന്ന ക്വസ്റ്റ്യനാണ്, റീസെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പം പിന്നെ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പഠിച്ച സ്ഥലം ഇതാണ്, അതിനെപ്പറ്റി ഞാൻ പറയാറുണ്ട്. അല്ലാണ്ട് വേറെ ഒരു കോച്ചിങ് സെൻറ്ററിനെ പറ്റിയിട്ടും ഒന്നും എനിക്കറിയാൻ പാടില്ല. കാരണം അവിടെ എത്രത്തോളമാണ് പഠിപ്പിക്കുന്നത്, അവിടുത്തെ കോഴ്സിൻ്റെ ഫീ എത്രയാണ്, അവിടുത്തെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചു ചോദിച്ച് പോണ ആയിരിക്കും നല്ലത്. ഞാൻ പഠിച്ച ഏത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ എഴുതി കാണിക്കാം. ആൻഡ് അവിടെ ആണെങ്കിൽ എനിക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ +2 എക്സാം എഴുതാൻ പോകുന്നവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. യെസ്, കൊടുക്കാൻ പറ്റും. ഞാനിതിന് വേണ്ടിയിട്ടുള്ള കമൻറ്റിന് റിപ്ലൈ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മ ഈ +2ൻ്റെ എക്സാം മാർച്ചിലാണെങ്കിലും നമുക്ക് Jan-Feb ആയിട്ടായിരിക്കും നമ്മുടെ NIFTയുടെ എക്സാം. ആ സമയത്ത് എഴുതി കഴിഞ്ഞാലും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു June-July ആ ടൈമിലായിരിക്കും നമുക്ക് കോളേജിൻ്റെ ഓപ്പണിംഗ് പരിപാടിയൊക്കെ. അപ്പം വരുന്ന സംഭവത്തേക്ക് നമുക്ക് മുമ്പ് ഒരു എൻട്രൻസ് എക്സാം എഴുതിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും വരാൻ പോണില്ല. അതിന് വേണ്ടിയിട്ട് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്താൽ മതി. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് അത് മതിയാവും നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കും രജിസ്ട്രേഷൻ ടൈമിൽ. അപ്പോൾ +2 സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. പക്ഷേ ആ സമയത്ത് കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, അത് രണ്ടും സെയിം ക്വസ്റ്റ്യനാണ്, സോറി. അപ്പം 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഈസ് എ NIFT സെലക്ഷൻ പ്രൊസീജിയർ? ആക്ച്വലി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു സംഭവമാണ്. ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വേണ്ടി മാർക്ക് അനുസരിച്ച് നമുക്കൊരു റാങ്ക് വരും. റാങ്ക് വന്ന ശേഷം ആണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡേ വരും. ആ ഡേക്ക് നമ്മൾ നമ്മുടേതായ ആ ഒരു സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് സീറ്റ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻസ് എടുത്ത് കൊടുക്കാം. ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണോ അത് 1-2 ഓപ്ഷൻസ് കൊടുക്കാം. ഏതൊക്കെ സെൻറ്റർ എന്ന് വെച്ചാൽ NIFT കണ്ണൂരോ ബാംഗ്ലൂരോ അങ്ങനെ അനുസരിച്ച് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം കുറേ പേർക്കൊക്കെ ഇതൊരു ഡൗട്ടാണ്. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ നമ്മളൊരു ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കൊടുക്കില്ലേ ഈ സെൻറ്റേഴ്സൊക്കെ, എന്നിട്ട് അവർ അലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയല്ല, ഇത് നമുക്ക് തന്നെ 1-2 സെലക്ട് ചെയ്തിട്ട് അവർ തന്നെ പറയും പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് കിട്ടാൻ ചാൻസ് എന്നൊക്കെ.
അത് നമുക്ക് തന്നെ ഒരു ഊഹം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയണം. കാരണം കുറേ പേരെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനിത് വിട്ടതാണ്. നിഫ്റ്റിയെ പറ്റി ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ പ്രോപ്പറായിട്ടൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. എന്നാലും ഞാൻ പറയുന്നത്, ക്യാൻ യു ടെൽ മീ അബൌട്ട് BF.Tech, ജോബ് ആഫ്റ്റർ BF.Techs എന്തൊക്കെയാണ്? അപ്പം BF.Techനെ പറ്റിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് വലിയൊരു ടോപ്പിക്കാണ്. ഇത് BDESൽ നിന്ന് മാറി വയ്ക്കണ വേറൊരു സാധനമാണ്. അപ്പം BF.Tech എന്ന് പറയണത് എന്താണ് പറയണ, അത്യാവശ്യം സയൻസ് പഠിച്ച ആൾക്കാർക്ക്, +2 സയൻസ് പഠിച്ച ആൾക്കാർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ കുറച്ച് മാത്സും ഫിസിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ സെക്ടേഴ്സിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു മെർച്ചൻഡൈസർ, ബയ്യർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ എഴുതി ഇങ്ങോട്ട് കാണിച്ചു തരാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് BF.Tech അടിപൊളിയായിരിക്കുക. സോ അതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ് പറയാം. സോ ഇതൊരു ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ്. എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് യുവർ +2 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് ചോദിക്കും. എനിക്കിപ്പോൾ പറയാനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരിങ്ങനെ വന്നിട്ട് പറയും എൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അപ്പോൾ ചേച്ചിയുടെ പെർസെൻറ്റേജ് എത്രയായിരുന്നു, എത്ര പെർസെൻറ്റേജിലെങ്ങനെയാണ് കിട്ടുക, അങ്ങനെയൊക്കെ. അപ്പം +2ന് 55% അത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എലിജിബിളാണ് എൻട്രൻസ് എക്സാം എഴുതാനായിട്ട്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വലിയ പെർസെൻറ്റേജ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു 75-76 അത്രയാണ് ഉള്ളൂ. ഓക്കെ. പിന്നെ നിഫ്റ്റിൽ PG ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുക, ഫ്രം വിച്ച് സൈറ്റ് എന്നാണ് അഡ്മിഷൻ എടുക്കുക. PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അത് പെർട്ടിക്കുലറായിട്ടുള്ള സെൻറ്റേഴ്സിൽ മാത്രമാണുള്ളത്. അത് ജസ്റ്റ് NIFT.ac.in എന്ന് പറഞ്ഞിട്ടുള്ള നിഫ്റ്റിൻ്റെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇത് വളരെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡിപ്ലോമനെ പറ്റിയിട്ട് ഒരാൾ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു Q&Aയിൽ ഇത് ആഡ് ചെയ്യാം, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. MBSനെ കുറിച്ച് പറയും. ഇത് മതി. ഞാൻ MBSനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, കൂടുതലൊന്നും അറിയാൻ പാടില്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് അന്വേഷിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പറഞ്ഞുതരാം. പിന്നെ കുറേ ആൾക്കാർക്കൊരു ഡൗട്ടാണ് കേട്ടോ, എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളത്. യെസ്, എഡ്യൂക്കേഷൻ ലോൺ എടുത്താലും സ്കോളർഷിപ്പ് കിട്ടും. നമ്മുടെ കോളേജിലേക്ക് പോകുമ്പോൾ സ്കോളർഷിപ്പ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വേറെ തന്നെ പ്രൊസീജിയറാണ്. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റും നമ്മുടെ കാസ്റ്റും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഏത് സ്കോളർഷിപ്പാണോ, ഇപ്പോൾ E-Grants ആണോ അല്ലെങ്കിൽ സാർത്ഥക് ആണോ, അത് ഏതാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും പെർസെൻറ്റേജ് മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും എഡ്യൂക്കേഷൻ ലോണായിട്ട് ഒരു ബന്ധമില്ല. ലോൺ എടുക്കേണ്ടത് നമ്മൾ ഫീ ആദ്യം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സ്കോളർഷിപ്പ് ചിലപ്പം മന്ത് അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിലൊക്കെ ആയിരിക്കും വരിക. ആ സമയത്ത് ഒരു ഇയറിൻ്റെ നമ്മൾ 2 സെമ്മാകും. അപ്പോൾ ആ സെമ്മിലെ ഫീ നമ്മൾ ആദ്യമേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ സ്കോളർഷിപ്പ് 100% ആവണമെന്നില്ല എല്ലാവർക്കും. സ്കോളർഷിപ്പ് നമുക്ക് ചിലപ്പോൾ 50%, 75% ആയി പോകും. അപ്പം കംപ്ലീറ്റ് സ്കോളർഷിപ്പിൽ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. ആ സമയത്ത് നമ്മൾ എന്തായാലും ലോൺ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അങ്ങനെ വെച്ച് നമ്മൾ ആദ്യമേ ഫീ അടയ്ക്കണം. ഇപ്പം സ്കോളർഷിപ്പ് കിട്ടിയ പിള്ളേരാണെങ്കിൽ പോലും ആദ്യം നമ്മൾ ഫീ അടയ്ക്കുക. അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചെയ്യുക. കാരണം നമ്മൾ സ്കോളർഷിപ്പിനെ മാത്രം നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതേണ്ടതല്ലേ. സോ അങ്ങനെ ഓക്കെ. അപ്പം എഡ്യൂക്കേഷൻ ലോണായിട്ടും ഒരു ബന്ധമില്ല സ്കോളർഷിപ്പിന്. നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫീ എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ആൻസർ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ 13 lakh സംതിങ് ആയിരുന്നു എനിക്ക് കൊടുക്കേണ്ടി വന്ന ഫീ. ഞാനിപ്പോൾ നിഫ്റ്റ് ഗ്രാജുവേറ്റാണ്, ഞാൻ കഴിഞ്ഞ് പഠിച്ചു. അപ്പോൾ
2019-2023 ബാച്ചായിരുന്നു ഞാൻ. അതുകൊണ്ട് ആ സമയത്തുള്ള ഫീ അല്ല ഇപ്പോൾ. ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കൊടുത്ത ഫീയുടെ ഒരു ഫീ സ്ട്രക്ചർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഓരോ വർഷം കുറേശ്ശെ എമൗണ്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇപ്പോൾ കറൻ്റ്ലി ചേർന്ന ആൾക്കാർക്ക് ഒരു 14 lakhs സംതിങ് ആവുന്നുണ്ട് ഫീ. ഒരു സെമ്മിന് 1,50,000, 1,23,000, 1,75,000 അതൊക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഫീയുടെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇനിയിപ്പോൾ വരാൻ പോണ ഇയറിൽ ഇപ്പം നിങ്ങളിപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് വരാൻ പോണ ഫീ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര പെർസെൻറ്റേജസ് ഇപ്രാവശ്യം കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോഴാണ് അതുവഴി എനിക്ക് പോയി കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുള്ളൂ. എല്ലാ വർഷവും കുറേശ്ശെ ഫീസ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അത് അങ്ങനെയാണ്. പിന്നെ കുറച്ച് വേറെ ക്വസ്റ്റ്യനാണ്. ഇപ്പം BF.Tech അധികം ഡ്രോയിങ് ഇല്ലാത്തത് കൊണ്ട് അതിന് പോയി ഫാഷൻ എന്നുള്ളൊരു കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. പക്ഷേ ഡ്രോയിങ് അധികം അറിയാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഭംഗിയാണോ അതോ എത്രത്തോളം ക്രിയേറ്റീവായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കുന്നത് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഈ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ ആണോ, എനിക്ക് അങ്ങനെ ഒരാളെ നോക്കി വരയ്ക്കാനൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്നോടൊന്ന് ചോദിക്കേണ്ടത് ജസ്റ്റ് പോയി നമ്മുടെ നിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പോർട്രേറ്റ് ഡ്രോയിങ്സ് ഒന്നും വരയ്ക്കാനൊന്നും വരില്ല. അതൊക്കെ നമ്മ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു എക്സാമിന് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പലതരം കഴിവാണ്. അങ്ങനെയല്ല, ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ്ങും പിന്നെ കുറച്ച് എന്താ പറയുക ഒബ്സർവ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു വരച്ച പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പം ജസ്റ്റ് ഒരു ഒരു കട വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചായക്കട വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചായക്കട വരയ്ക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ എന്തെല്ലാം ഡീറ്റെയിൽസ് ആഡ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഒബ്സർവേഷനെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ചായക്കട വരയ്ക്കാനൊന്നുമല്ല എൻട്രൻസ് എക്സാമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തൊക്കെ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കണത് എഴുതാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അതാണ് എനിക്ക് നോക്കണത്. അത് നീറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അച്ചടിച്ച പോലെ വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റീവായിട്ടുള്ള രീതി എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റണോ, അത് എത്രത്തോളം കാണിക്കണം, അതൊക്കെ നോക്കാനാണ് ഈ ഒരു എക്സാം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ചില ആൾക്കാർ എങ്ങനെ വന്നിട്ട് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റല്ല ഈ ഒരു കോഴ്സ് കിട്ടാൻ എത്ര റാങ്ക് വേണ്ടി വരും അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കണ്ണൂരൊക്കെ FD ഓർ FC അഡ്മിഷൻ കിട്ടാൻ എത്ര റാങ്ക് വേണ്ടി വരും, ഇതുപോലെ FC അല്ലെങ്കിൽ FD അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് TD വേണം. TD കിട്ടാൻ വേണ്ടി ഏത് റാങ്ക് ആയിരിക്കണം നമുക്ക് വേണ്ടത്, അങ്ങനെ പരിശ്രമിച്ചാൽ പോരെ. നമുക്കത് പറയാൻ പറ്റില്ല. എനിക്ക് 5531 എന്നുള്ള റാങ്കായിരുന്നു. ഓക്കെ, 5531. അപ്പോൾ ഈ ഒരു റാങ്കിൽ എൻ്റെ ഒരു കാസ്റ്റും പിന്നെ എൻ്റെ കോമൺ മെറിറ്റ് റാങ്കും അതുപോലെ തന്നെ കാറ്റഗറി മെറിറ്റ് റാങ്കും ഒക്കെ വെച്ചിട്ട് എനിക്കൊരു ഡേ ഉണ്ടായിരുന്നു ഇതെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് FCക്ക് 6 സീറ്റോ 7 സീറ്റോ ഉണ്ടോ കണ്ണൂരുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് FC എടുക്കാൻ പറ്റിയത്. അപ്പം ഈ 5531 എന്നുള്ള റാങ്ക് നമ്മുടെ കാസ്റ്റ് ഡിഫറൻസും ഓരോന്നും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റിന് ആ ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഒരു 1000 റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റിൽ ആ സമയത്ത് ഏതൊക്കെ ഉണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇത്ര റാങ്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് FDയും FCയൊക്കെ അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു കോഴ്സസാണ്. FD പണ്ടേ അങ്ങനെയാണ്, ഇപ്പം കൂടുതലായിട്ട് FCക്കും വരുന്നുണ്ട്. സോ FC കിട്ടണമെങ്കിൽ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ഉള്ളൊരു സമയമായി വരുന്നു എന്നല്ല ആണ്. സോ അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങാൻ നോക്കാം.
ഈ റാങ്ക് വാങ്ങിച്ചോളൂ അതാണെങ്കിൽ കിട്ടും എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് അല്ലെങ്കിൽ പ്ലീസ് ടു കമന്റ് ബിലോ. ഞാൻ അതൊക്കെ എടുത്തൊരു 20+ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ അല്ലേ, എല്ലാവർക്കും അതറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.